എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വിദ്യാരണ്യപുര BLA ഔട്ടിൽ താമസക്കാരനായ സൂരജ് ശിവണ്ണ എന്ന 35 വയസ്സുകാരൻ നാഗ്പൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മകൻ ജീവനൊടുക്കിയ വിവരം അറിഞ്ഞതോടെ തന്നെ ഒപ്പമുണ്ടായിരുന്ന അമ്മ ജയന്തി ശിവണ്ണയും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവശ നിലയിൽ കണ്ടെത്തിയ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സൂരജിന്റെ ഭാര്യ ഗനവി വീട്ടിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയ്ക്കിടെ ഇവരുടെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഗനവിയുടെ മരണത്തിന് പിന്നാലെ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ സ്ത്രീധന ഉപദ്രവത്തിന്റെ പേരിൽ ബന്ധുക്കൾ പരാതിയും ഉന്നയിച്ചിരുന്നു. 1.5 മാസം മുൻപ് വിവാഹിതരായ ദമ്പതികളുടെ ജീവിതം ദുരന്തത്തിൽ കലാശിച്ചിരുന്നു. യുവതിയുടെ മരണത്തിൽ പോലീസ് സൂരജിനും അമ്മ ജയന്തിക്കുമെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസും എടുത്തിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതോടെ സൂരജും ഇളയ സഹോദരൻ സഞ്ജയും അമ്മ ജയന്തിയും ബംഗളൂരു വിട്ട് ആദ്യം ഹൈദരാബാദിലേക്കും പിന്നീട് അവിടെ നിന്നും നാഗ്പൂരിലേക്കും പോയി. അവിടെ ഹോട്ടലിൽ താമസിക്കുന്നതിനിടെയാണ് സൂരജിനെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ സൂരജിന്റെ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു. അമ്മ ജയന്തിയുടെ ജീവൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്.